അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മനുഷ്യജീവിതമെന്ന് പറയുന്നത് സുഖവും ദുഃഖവും സമ്മിശ്രമായതാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും എല്ലാ കാലത്തും സ്ഥായിയായി സുഖങ്ങൾ മാത്രം ലഭിക്കണമെന്നില്ല. അതുപോലെ ഒരു മനുഷ്യന് എല്ലാ കാലത്തും പ്രയാസങ്ങളും തിന്മകളും മാത്രം ബാധിക്കണമെന്നുമില്ല. മനുഷ്യജീവിതമാകുമ്പോൾ സുഖവും ദുഃഖവും രോഗവും രോഗമില്ലായ്മയും ആരോഗ്യവും അനാരോഗ്യവും എല്ലാം ഇടകലർന്ന് മനുഷ്യജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു വിശ്വാസി എന്ന നിലയിൽ നാം ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ലോകരക്ഷിതാവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ ഉന്നതമായ കാരുണ്യം കൊണ്ടാണ് നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ഇവിടെ നിലനിൽക്കാൻ കഴിയുന്നത്. പ്രപഞ്ചരക്ഷിതാവ് നമുക്ക് തന്ന ദാനമല്ലാതെ നമ്മളുടെ കൈകളിൽ ഒന്നുമില്ല. ഏതൊരു പ്രയാസവും സങ്കടവും വരുന്ന സന്ദർഭത്തിലും വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിന് മഹത്വപൂർണമായ മാതൃകകൾ സമ്മാനിച്ച മഹാപുരുഷനാണ്. ആ മഹാപ്രവാചകന്റെ ജീവിതം നാം പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പ്രാർത്ഥന അതിൽ നമ്മൾക്കിങ്ങനെ കാണാം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവാതുൽ മക്റൂബ് അല്ലാഹുമ്മ റഹ്മതക അർജു ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ വഅസ്ലിഹ് ലി ശഅനി കുല്ല ലാ ഇലാഹ ഇല്ലാ അൻത. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ, നിന്റെ കാരുണ്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും എൻ്റെ ശരീരത്തെ കണ്ണിമ വെട്ടുന്ന നേരം പോലും നീ എന്നിലേക്ക് ഏൽപ്പിച്ചു തരരുത്. അഥവാ അള്ളാഹുവിൻ്റെ സംരക്ഷണമില്ലാതെ അവൻ്റെ കാവലില്ലാതെ ഒരു സെക്കൻഡ് സമയം പോലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആ നിലയിലായിരിക്കണം നമ്മളുടെ ജീവിതവും നമ്മളുടെ പ്രവൃത്തിയുമെല്ലാം. പിന്നീട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണമേ, നീയല്ലാതെ എനിക്ക് ഇലാഹായി മറ്റാരുമില്ലല്ലോ റബ്ബേ. ഇവിടെ പ്രവാചക പ്രാർത്ഥനയിൽ നാം കാണുന്നത് അള്ളാഹുവിൻ്റെ സംരക്ഷണം ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമ്മൾക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് നാം വിധേയമായി തീരണം. തീർച്ചയായും പ്രയാസങ്ങളും സങ്കടങ്ങളുമൊക്കെ ജീവിതത്തിൽ നിന്ന് മാറണമെന്നാഗ്രഹിക്കുന്നവർ സന്തോഷകരമായ ജീവിത സാഹചര്യത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കണം. മനുഷ്യരിൽ പല ആളുകളുമുണ്ട്, സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുണ്ടാകുന്നത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് നാം കൈകൾ ഉയർത്തിയിട്ട് ഒരു വേള നാളുകൾ എത്ര കഴിഞ്ഞിട്ടുണ്ടാകും? കാരണം നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വലിയ സങ്കടങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ അശ്രദ്ധരായി കഴിയുന്നവരാണ്. നമ്മളിവിടെ തിരിച്ചറിയണം, സുഖകരമായ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാതിരിക്കുകയും ജീവിതത്തിൽ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും നമ്മെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു തിരുവചനത്തിൽ നമ്മൾക്കിങ്ങനെ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സർറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദാഇദി വൽ കർബ് ഫൽയുക്തിരി ദുആ ഫിർറഖാ. അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായാൽ, നമ്മളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഞെരുക്കവും ഉണ്ടായാൽ, അള്ളാഹുവേ, എന്നെ നീ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ ഉള്ളുരുകി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകി നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്
സന്തോഷകരമായ ജീവിതത്തിൽ നമ്മൾ അള്ളാനെ മറക്കാതിരിക്കുക. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളിൽ ആ ഒരു നിരന്തരത നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തുക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹുവേ എന്ന് നാം പ്രാർത്ഥിച്ചാൽ, വിളിച്ചാൽ അള്ളാഹു നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുകയും നമുക്കതിലൂടെ സന്തോഷമുണ്ടായി തീരുകയും ചെയ്യുന്ന അവസ്ഥ ആഗ്രഹിക്കാത്ത മനുഷ്യരാരാണ്? പക്ഷേ പ്രയാസമുണ്ടാകുമ്പോൾ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് ഈ പ്രവാചക വചനം നമ്മെ ഉണർത്തുന്നത്. സന്തോഷകരമായ ജീവിത സാഹചര്യത്തിൽ ധാരാളമായി അള്ളാഹുവിനെ വിളിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിലേക്ക് അടുപ്പം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മളെങ്കിൽ തീർച്ചയായും നമ്മൾക്കൊരു ഞെരുക്കത്തിൻ്റെ ഘട്ടത്തിൽ അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് ഈ പ്രവാചക വചനം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, നമ്മളുടെ ജീവിതത്തിൻ്റെ ഏതൊരു മേഖലകളിലും അള്ളാഹുവിനെ സംബന്ധിച്ച് നാം അറിയുന്ന ആളുകളായിരിക്കണം, റബ്ബിനെ സംബന്ധിച്ച് ബോധമുള്ള ആളുകൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: തഅറഫ് ഇലല്ലാഹി ഫി റഖാഇ യഅരിഫ്ക ഫി ശദാദ്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ സൗഖ്യകരമായ ജീവിതത്തിൽ, സുഖവും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ നിലനിർത്തുന്ന സമയത്ത് അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുണ്ടാകണം, അവനോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിർവഹിക്കണം. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ അറിയുന്ന ഒരു മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പ്രയാസം നിങ്ങളെ ബാധിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സുകളെ സങ്കടങ്ങളും ദുരിതങ്ങളും വല്ലാതെ വരിഞ്ഞു മുറുക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ അറിയും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അത് മാത്രവുമല്ല, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ്. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ മന്ത്രണങ്ങൾ പോലും, അവൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും നാം അറിയുന്നുണ്ട്. അവൻ്റെ ജീവനാഡിയേക്കാൾ അവനുമായി ഞാൻ അടുത്തിരിക്കുന്നു. അതെ, പ്രയാസത്തിൽ അള്ളാഹു നമ്മളെ അറിയണമെങ്കിൽ സൗഖ്യത്തിൽ നമ്മൾ അള്ളാഹുവിനെ അറിയുന്ന ആളുകളായിരിക്കണം, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നവരായിരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.